നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം. പ്രശാന്ത്, വന്ദേ മാതരം. സർ, ഈ നമ്മുടെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച്, നമ്മുടെ ദേവസ്വം ബോർഡുകൾ കേന്ദ്രീകരിച്ച് പല അഴിമതികളും നടന്നിട്ടുണ്ട്. പലതും വലിയ വിവാദമായിട്ടുണ്ട്. ഇപ്പോഴും അത് ഇങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അറുതി വരുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ, അതായത് നമ്മുടെ തിരുവിതാംകൂർ, കൊച്ചി, ഗുരുവായൂർ, അതുപോലെ മലബാർ ദേവസ്വം താരതമ്യേന നവീനമാണ്. പക്ഷെ വളരെ പഴക്കം ചെന്ന ദേവസ്വങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൊച്ചിൻ ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വവും. അതിലിപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു വാർത്ത ഈ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടാണ്. അവിടെ ഒരു വലിയ അഴിമതി നടന്നുവെന്നും കുറേ ലക്ഷം രൂപയുടെ വെട്ടിപ്പ് നടന്നിരിക്കുന്നുവെന്നും അത് ഹൈക്കോടതി കയ്യോടെ പിടിച്ചു എന്നുമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം. ദേവസ്വം കമ്മീഷണറെ അടക്കം ഇക്കാര്യത്തിൽ നടപടി നേരിടേണ്ടി വരും എന്നാണ് അറിയുന്നത്. എന്താണ് സാർ, ഈ നമ്മുടെ ദേവസ്വം ബോർഡുകളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിരന്തരം ഈ അവസാനമില്ലാത്ത രീതിയിൽ അഴിമതി നടന്നു വരുന്നത്? ഇതിനൊരു ഒരു അറുതി വരുത്താൻ നമുക്ക് കഴിയില്ലേ? എന്താണ് അങ്ങ് പ്രത്യേകിച്ചും ഈ ദേവസ്വം വിജിലൻസിൽ ഒരു ഉന്നത പദവി വഹിച്ചിരുന്ന ആളാണ്. നിരവധി വർഷങ്ങളുടെ അനുഭവ ജ്ഞാനം അങ്ങക്ക് ഈ വിഷയത്തിലുണ്ട്. പക്ഷെ നമുക്ക് ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ കഴിയില്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കുറേ ജാപ്പാനീസിനെ റിക്രൂട്ട് ചെയ്ത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യണം, എങ്കിൽ പറ്റും. ഇത് എന്നേക്കുമായി മലയാളികളാണ് ഇരിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാടും നമ്പർ 1 കേരളവും പ്രബുദ്ധ കേരളവും ഒക്കെയാണ്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ അവിടെ അഴിമതിയുടെ കാര്യത്തിൽ മാത്രം ദേവസ്വം ബോർഡിൽ ഞാൻ അവിടെ ഇരുന്ന പീരീഡ് 1200 വിശിഷ്ട അമ്പലങ്ങളുണ്ട്. ആദ്യത്തെ എനിക്ക് ഈ ശബരിമലയിൽ നിന്ന് തന്നെ എനിക്ക് ഇറങ്ങാൻ സമയമില്ലായിരുന്നു. ഒരു എസ് പിയും ഒരു എസ് ഐയും കൂടെ അവിടെ എന്ത് ചെയ്യാൻ? ഈ 1254 എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ അവിടെ തന്നെ ശബരിമലയിൽ തന്നെ കിടക്കുകയായിരുന്നു. ബാക്കി അമ്പലമൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാം ബാക്കിയുള്ള അമ്പലങ്ങൾ 10 മേജർ ട്രാവൻകൂർ ദേവസ്വം ബോർഡിലുള്ള 10 മേജർ അമ്പലങ്ങളിലും കൊടും അഴിമതിയാണ്. എന്ത് പോക്കൃത്തനും അവിടെ നടക്കും. പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വന്നപ്പോൾ എനിക്ക് വലിയ ഹോപ്പുണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ആ സിറ്റിംഗ് എല്ലാം നിർത്തി പിന്നെ വലിയൊരു വടിയായിട്ട് ശബരിമലയിൽ നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ കൊച്ചിൻ ദേവസ്വം കമ്മീഷണർ പിടിച്ചാൽ അവിടെ ഒന്ന് ക്ഷേത്രത്തിൽ നിൽക്കാൻ പറ്റുമോ? അത് പറ്റില്ല. വീണ്ടും നിങ്ങളെ എന്നെ പോലെയുള്ള മലയാളികളെല്ലാം ഇവിടെ പോസ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ നമ്മുടെ മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവസ്വത്തിലേക്ക് റിക്രൂട്ട് ചെയ്തവന്മാർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ഭയങ്കര വിശ്വാസമൊക്കെ ആയിരിക്കും. പക്ഷേ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുന്നവന്മാർ നമ്മൾ കാണുന്ന രീതിയിൽ അയ്യപ്പ രക്ഷിക്കണേ, നീ നോയിക്കണേ എന്നൊക്കെ ഇവന്മാർ പറയണത് നമ്മൾ കേൾക്കണത് നമ്മളെ കേൾപ്പിക്കാനാണ്. ഇവന്മാർക്ക് യാതൊരു വിശ്വാസവും ഈ ദൈവങ്ങളിലില്ല. ഇവന്മാർ പഠിച്ച കള്ളന്മാരാണ്. അപ്പം പിന്നെ അതായത് സാർ, ഇപ്പോഴുള്ള ഈ ദേവസ്വം ഭരണ സംവിധാനത്തിനകത്ത് നിൽക്കുന്നതിൽ 100% ജീവനക്കാരിൽ എത്ര ശതമാനം? 90% പേരും കറക്റ്റാണ്. 90%. അത് മനുഷ്യ സഹജമല്ലേ? പ്രത്യേകിച്ച് മലയാളി വളരെ കറപ്റ്റാണല്ലോ മൊത്തത്തിൽ. നമ്മുടെ ഏത് സിസ്റ്റം എടുത്താലും നമ്മളെ എല്ലാ സിസ്റ്റവും കറപ്റ്റാണ്. ഒരുപക്ഷെ പോലീസായിരിക്കും ഭേദം. നമ്മളെക്കാളും കറപ്റ്റായിട്ടുള്ള, പോലീസിനെക്കാളും കറപ്റ്റായിട്ടുള്ള ബാക്കിയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം പറയുന്നില്ല, ഫുഡ് സേഫ്റ്റി, പിന്നെ റവന്യൂ, അതൊക്കെ പോലീസിനേക്കാളും. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പോലീസുകാരാണ് അവിടെ പോയി ജോലി ചെയ്യുന്നത്? അല്ല, അത് ഇവർ മലയാളികളാണ്. പൈസ എവിടെ കണ്ടാലും അവർ പിന്നെ ആക്രാന്തമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കൊച്ചു മാരുതി വാങ്ങിക്കും, പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ മോഡൽ വാങ്ങിക്കും, പിന്നെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് വേണം. അവർക്ക് USA അനുഭവിക്കുന്ന അവിടുത്തെ US സിറ്റിസൻസ് അനുഭവിക്കുന്ന എല്ലാ സാധനവും ഇവിടെ വേണം അവർക്ക്. നമ്മുടെ മലയാളികൾ അങ്ങനെ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ഉദ്യോഗസ്ഥന്മാർ? അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ അമ്പലങ്ങൾ. പിന്നെ ഇത് ശബരിമലയിൽ നമ്മുടെ അവിടെ മറ്റേ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു, അതിന് മുന്നേ ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ എനിക്ക് ജയകൃഷ്ണൻ ശബരിമലയിലെ ജഡ്ജി കമ്മീഷണർ ചെയ്തതുപോലെ എനിക്ക് ചെയ്യുന്നതിന് എനിക്ക് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കാം.
മുകളിലോട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് റിപ്പോർട്ട് കൊടുക്കുക. എനിക്ക് പത്രസമ്മേളനം നടത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അത് പുറത്തു വന്നില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യം പുറത്തു വന്നു. അങ്ങനെയാണ് ഇത് വെളി വന്നത്. ഇതൊക്കെ എൻ്റെ പീരീഡേ വന്നേനെ. 2016, 17, 15, 16 ഇത് പുറത്തു വന്നേനെ. പക്ഷെ എനിക്ക് അതിനുള്ള ഇതില്ലായിരുന്നു, അധികാരമില്ല എനിക്ക്. ഐ എം നോട്ട് സപ്പോസ് ടു ഡു സച്ച് തിങ്സ്. പക്ഷെ ഇവർക്ക് ഇങ്ങനെ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കാനും എങ്ങനെ പുറത്തു വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇനി അത് പുറത്തു വന്നപ്പോഴാണ് ഇത് തുടങ്ങിയത്. ഇത് മഞ്ഞുമലയുടെ അറ്റമല്ല, ഇത് ഹിമാലയത്തിൻ്റെ അറ്റം എന്ന് വേണമെങ്കിൽ പറയാൻ. നമ്മുടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് 10 മേജർ ക്ഷേത്രങ്ങളെ TDBയുടെ കീഴിലുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള, ഇപ്പം നമ്മൾ കൊച്ചിയിൽ അത്രയും വലിയ ഇൻകം ഇല്ല കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ. ഇപ്പം ചോറ്റാനിക്കര, തൃക്കാക്കര, അപ്പോൾ ചോറ്റാനിക്കരയിൽ ചില കുറച്ച് ക്ഷേത്രങ്ങൾ 40 കോടിയോ മറ്റോ അല്ലെങ്കിൽ 30 കോടിയോ മറ്റോ കാണുമായിരിക്കും ആനുവൽ. ശബരിമലയിൽ 350 കോടി. പിന്നെ അത് ഇൻകം. പിന്നെ വേറെ സ്വർണ്ണം ഇളക്കി കൊണ്ടുപോവുക, അരഞ്ഞാണം ഇളക്കി കൊണ്ടുപോവുക, മൂക്കുത്തി ഇളക്കി കൊണ്ടുപോവുക, അംശവടി എല്ലാം ഇളക്കി കൊണ്ടുപോവില്ലേ സകലത്. അതാണല്ലോ. അപ്പം ഈ ദൈവങ്ങളാരും ഞങ്ങളെ ഒന്നും ചെയ്യാനില്ല എന്നാണ് ഈ 90% ദേവസ്വം ജീവനക്കാരുടെയും ധാരണ. അതിൽ ഒരു ഡെപ്യൂട്ടി കമ്മീഷണറിൻ്റെ കൂടെ പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചാണ് അയാൾ. പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണറായി. ഞാനവിടെ സർവീസ് ചെല്ലുമ്പോൾ അവൻ സസ്പെൻഷനാണ്. അപ്പോൾ അവന് സസ്പെൻഷൻ പുല്ലുവിലയാണ്. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പക്ഷേ വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പം ഞാൻ ചിലപ്പം ഇവിടുത്തെ ഈ പല സംഗതികൾ കണ്ട് ഞാൻ ഇവനെ വിളിക്കും, എൻ്റെ കൂടെ പഠിച്ചല്ലേ ഇടയാതെ മറ്റേ എങ്ങനെ മറിച്ചാൽ എങ്ങനെ. ചിലപ്പോൾ വെള്ളം അടിച്ചിരിക്കുകയാണെങ്കിൽ അവൻ പറയും ഉള്ളത്. അപ്പോൾ അവൻ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു എടാ നിനക്ക് കുഷ്ഠം വരുവാടാ, നിനക്ക് ക്ഷയവും കുഷ്ഠവും കൂടെ ഒരുമിച്ച് വരുവാടാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നത് അത് 75-80 വയസ്സ് വന്നാലും കുഴപ്പമില്ല, അയ്യപ്പൻ നാസ്തിക ബ്രഹ്മചാരിയാണ്, ദൈവങ്ങൾക്കെന്നത് ആവശ്യമില്ല. പിന്നെ വേറൊരു കാര്യം ഇടാ, നീ അന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അവൻ എൻ്റെ അടുത്ത് പറയാണ്, കാര്യം നിന്നെ പോലീസിലെടുത്ത ദൈവമാണ് ഞങ്ങളെ ദേവസ്വം ബോർഡ് എടുത്ത്, നിനക്ക് അതിനുള്ള യോഗമില്ല, മനസ്സിലായ? അതുകൊണ്ട് നീ അസൂയപ്പെടരുത്. അത് ഞങ്ങൾക്ക് അത് 75-80 വയസ്സ് വരുമ്പോൾ എന്തായാലും പോകാൻ സമയമായി, അപ്പോൾ എന്തായാലും തന്നാലും കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണ് ഈ ദേവസ്വം ബോർഡിലെ 90% ആളുകൾ അഴിമതിക്കാരായ പെണ്ണും ആണും എല്ലാം. ഇപ്പം പെണ്ണുങ്ങളൊക്കെ അതിനകത്ത് വന്നല്ലോ. ഞാനിരുന്ന ചില പെണ്ണുങ്ങളെയൊക്കെ ഞാൻ കണ്ടു. അവിടുത്തെ അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ, ഈ സകല തിരുവാഭരണം ചെക്ക് ചെയ്യേണ്ട ആളാണ്. ഞാൻ അതിൽ ആ ലേഡിയെ വിളിച്ചിട്ട് ഞാൻ ഒരു അമ്മയോട് ഞാൻ പറഞ്ഞ്, ആറന്മുള പോയിട്ട് അയ്യപ്പൻ്റെ തിരുവാഭരണം സൂക്ഷിക്കുന്ന അത് സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തണമെന്ന്. പിന്നെ മലയാലപ്പുഴ ക്ഷേത്രത്തിൽ, ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ തിരുവാഭരണം സെക്യൂരിറ്റി. ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജോലി എന്താ? അത് ജോലിയൊന്നുമില്ല, കള്ളറ്റി എഴുതി വാങ്ങിക്കാൻ. അപ്പോൾ അവർ പറഞ്ഞു അത് സെക്യൂരിറ്റി അത് നടക്കില്ല സാറേ. കാരണം അവരത്ര കോൺഫിഡൻസാണ്. കാരണം ഞാൻ എന്നെ കൂടെ വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ അവരുടെ സിസ്റ്റത്തിന് പറ്റും. അപ്പോൾ അവരത് കാണിക്കുകയും ചെയ്തു. പിന്നെ അവർ ശരിയാണെന്ന് തെളിഞ്ഞു. പിന്നെ അപ്പോൾ ഇവർ പറഞ്ഞു മോളിൽ നിന്ന് ഓർഡർ ആണോ? ഞാൻ പറഞ്ഞു മോളിൽ നിന്ന് പറഞ്ഞാൽ എവിടുന്ന്? അയ്യപ്പൻ നേരിട്ട് വരുമോ അതോ മറ്റേ ഏറ്റുമാനൂരത്തപ്പൻ നേരിട്ട് നിങ്ങൾക്ക് തരണോ? സാറേ ഞാൻ പറയാം, സാറിൻ്റെ അടുത്ത് പറയാമെന്ന് ഞാൻ ഇറങ്ങിപ്പോയി. അതിനുശേഷമാണ് എൻ്റെ ഫുഡ് പോയ്സൺ ചെയ്യുമെന്ന് കുമാരി ഭീഷണിപ്പെടുത്തിയത്. അവിടെ താമസിക്കുമ്പം ആഹാരം കഴിക്കണം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇറങ്ങി വന്ന് പമ്പ വന്ന് ആഹാരം കഴിക്കാൻ പോകില്ല. അപ്പോൾ ഫുഡ് പോയ്സൺ ചെയ്യുന്നു. പിന്നെ ഞാൻ ഇരുന്ന് ആലോചിച്ചു, ഫുഡ് പോയ്സൺ ചെയ്താൽ മുകളിൽ പോലീസുകാരെല്ലാം വന്ന് 3-4 വെടി വയ്ക്കും, 5-6 റീത്ത് വയ്ക്കും. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, വേറെ ഒന്നും സംഭവിക്കില്ല. എൻ്റെ ഫാമിലിക്ക് പോയി എന്ന് വിചാരിച്ചാൽ മതി. അതിന് ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെയാണ് ഞാൻ ശബരിമലയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്ര പവർഫുള്ളാണ് ഇവർ. അപ്പോൾ ഈ ഞാൻ ഫിൽത്തി റിച്ച്, ഇഷ്ടം പോലെ പൈസയാണ് ഈ ദേവസ്വം ജീവനക്കാരുടെ. ആരുടെ പുറത്തും ഒരു അമാസ്മെൻറ്റ് വെൽത്ത് അന്വേഷണം നടന്നിട്ടില്ല എന്തായാലും. പിന്നെ ഹിന്ദു അമ്പലങ്ങളിലാണ് ഈ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വത്ത് കൂടിക്കിടക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനകത്ത്. അപ്പോൾ അത് മോഷ്ടിച്ച ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പം ഈ ശബരിമലയിൽ ഇത്രയും വിഷയം ഉണ്ടിട്ട് ഇപ്പം എന്ത് സംഭവിച്ചു? ഉള്ളി തൊലിച്ചോലിയാവും അവസാനം എവിഡൻസ്. ഇപ്പം പ്രശാന്താണ് ജഡ്ജിയെങ്കിലും ഈ സാധനം എല്ലാം ഉരുട്ടിപ്പരട്ടി എവിഡൻസ് കൊണ്ടുവന്നാലല്ലേ പ്രശാന്ത് ശിക്ഷിക്കാൻ. തെളിവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ തെളിവ് ഉരുട്ടിപ്പരട്ടി മറ്റേ തിരുവട്ടാറ് ക്ഷേത്രം കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് 35 വർഷത്തിന് ശേഷമാണ് വിധി വന്നത് 2025.
35 വർഷത്തിന് ശേഷം എല്ലാവരെയും വെറുതെ വിട്ടു. അല്ല പിന്നെന്തോ തെളിവില്ല. 35 ഇത് ശബരിമലയിൽ എന്തോ 1 കിലോ 4 കിലോ പോയെന്നാണ്. 35 കിലോ സ്വർണവും പിന്നെ എന്തോ നോക്കുകയാണ് പോയത് തമിഴ്നാട്ടില് തിരുവട്ടാറ്. ആ പത്മനാഭസ്വാമി ക്ഷേത്രമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള അച്ഛനെന്ന് വേണമെങ്കിൽ പറയാം. ആദികേശവൻ. അപ്പൊ ആ ഒരു എക്സാമ്പിൾ നമ്മുടെ മുമ്പ് കിടക്കുകയാണ്. അപ്പൊ അതിനേക്കാളും വേസ്റ്റ് ആയിരിക്കും ശബരിമലയിൽ അവസാനം കൺവിക്ഷൻ വരാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ബലമായ വിശ്വാസം. അവിടെ നടന്ന ഈ അഴിമതി കേസുകളിലും ഈ തട്ടിപ്പ് കേസുകളിലൊന്നും ഒരാൾ പോലും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ശബരിമലയിലെ അല്ല പിന്നെ ഈ 27 റിക്കവറി വേണ്ടേ? ഈ 27 റിക്കവറി എന്ന് പറഞ്ഞ മറ്റേ സംഭവിച്ചിട്ടില്ല. എവിഡൻസ് ആക്ട് പ്രകാരം 27 റിക്കവറി പ്രകാരം ഈ സാധനം ഒന്നും കിട്ടിയിട്ടില്ല. അഥവാ കിട്ടിയാൽ അതൊക്കെ വിഷി വാഷ് ടൈപ്പാണ്, ഇതെല്ലാം വിട്ടുപോകും. പിന്നെ അപ്പം ഈ നമ്മുടെ ഈവൻ ഈ കൊച്ചിൻ ദേവസ്വം കമ്മീഷണർ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതെല്ലാം കീനാണ്, അയാൾ ഈസ് വെരി കീൻ. അപ്പം ശബരിമലയിൽ വലിയ ഉള്ള നടന്നിട്ട് ആർക്കൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ കുറച്ച് നാൾ റിമാൻഡ്, അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഉണ്ടാക്കിയ 10 കോടിയിൽ നിന്ന് ഒരു കുറച്ച് പൈസ ജയിലിൽ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കും. ജയിലിനെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്കും കൊടുത്താൽ മതിയല്ലോ. അവിടെ സുഭിക്ഷമായിട്ട് ബാലകൃഷ്ണനുള്ള സാർ കൊണ്ട് ജയിലിൽ കിടന്ന പോലെ സുഭിക്ഷമായിട്ട് അവിടെയും കഴിയാം. പൈസ ഇല്ലാത്തവന് ജയിലിൽ പോയാലേ ഈ കുഴപ്പമുള്ളൂ. അപ്പം അതെല്ലാം ഓക്കെ. പിന്നെ ഇതിവിടെ പ്രശാന്ത് ജയിലിൽ ഇത്ര ദിവസം കിടന്നു എന്ന് പറഞ്ഞ് ഇത് ആര് ഓർത്ത് വയ്ക്കുന്നു ഒരു 5 വർഷം കഴിയുമ്പോൾ? അപ്പം ശബരിമലയിൽ പിന്നെ എൻ്റെ ഓർമ്മയിൽ മന്നത്ത് പത്മനാഭൻ, ശങ്കർ സാറ്, ശങ്കർ സാറ്, പിന്നെ ഒരു ഗോവിന്ദൻ നായർ സാറുണ്ടായിരുന്നു എൻ്റെ പീരീഡ്, വന്യവയോധ്യനായ കോട്ടയത്ത് അദ്ദേഹം, പിന്നെ അനന്തഗോപൻ പിന്നെ CPM പത്തനംതിട്ട. ഇവരൊക്കെ ഇങ്ങനെ 3-4 പേരെ അവിടെ ഉണ്ടായിരുന്നുള്ള. അവർ കുറേ അഴിമതി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ഇരിക്കുമ്പോഴും ഇതുപോലുള്ള ഇപ്പം ഒരാൾ മരണപ്പെട്ടു പോയല്ലോ, എന്ത് ബാബു, മുരാരി ബാബു, അതേപോലുള്ള ഭീകരന്മാരാണ് ഇവിടെ ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്നത്. പിന്നെ വേറെ ഒരു മന്ത്രിയുടെ, നേരത്തെ ഇരുന്ന മന്ത്രിയുടെ ഒരു ബ്രദറും കൂടെ അവിടെ ഉണ്ട്. ഇവന്മാരെല്ലാം കൂടെ വലിയ കൊള്ള സംഘമാണ്, ക്രിമിനൽ ഗ്യാങ് ആണ്. അവിടെ ഈ അനന്തഗോപൻ സാർ അല്ലെങ്കിൽ ഈ ഗോവിന്ദൻ സാറിനൊക്കെ ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. പിന്നെ ഇതേപോലെ വലിയ കൊള്ളയൊന്നും നടക്കില്ല. തലയെ വെച്ച് പിന്നെ അന്ന് ഇരുന്ന സ്പെഷ്യൽ കമ്മീഷണർ തൊട്ട് തൊഴുത്, ഇവൻ തലയെ വെച്ചുകൊണ്ട് ഈ സ്വർണ്ണം എല്ലാം കൂടെ കൊണ്ടുപോയപ്പോൾ തൊട്ട് തൊഴുതാണ് യാത്ര അയക്കുന്നത്. ജയകൃഷ്ണനാണ് ഇതെല്ലാം വെളിയിൽ കൊണ്ടുപോയി വേറൊരു ആള്. അപ്പൊ അവര് അങ്ങനെയുള്ളവർ വരെ ഇവന്മാർക്ക് സപ്പോർട്ടാണ്. അപ്പൊ അറിയാതെ അല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ പോയി തൊട്ട് തൊഴണത്തിന് അപ്പോൾ എഴുതി കൊടുക്കണ്ടേ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കണ്ടേ? ജയകൃഷ്ണൻ കൊടുത്തതുപോലെ കൊടുത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ അപ്പം ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഇപ്പോൾ ഹൈക്കോടതി പിടിച്ച ഈ എന്താ ഉദയകുമാർ എന്ന് മറ്റാണ് അയാളുടെ പേര്, കൊച്ചിൻ ദേവസ്വമാണ്. അപ്പോൾ കൊച്ചിൻ ദേവസ്വം കമ്മീഷണർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി, ഞങ്ങളുടെ ഒരു സീനിയർ ഡിവൈഎസ്പിയുടെ സ്കെയിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ അയാളാണ് അവിടെ പോയത്. ഇപ്പം ഈ ഗവൺമെൻറ് ഇതൊക്കെ അറിഞ്ഞ് എനിക്കാണ് ഈ ഹൈക്കോടതി പിന്നെ ഇതൊക്കെ പുറത്തു വരുന്നതിന് മുമ്പ് ഗവൺമെൻറ്റിന് എവിടെ നിന്നോ ഇൻഫർമേഷൻ കിട്ടി അയാളെ തിരിച്ചു വിളിച്ചു. അതിൽ അപ്പോൾ അയാൾ വെറും ജോയിൻറ്റ് സെക്രട്ടറിയാണ്. എല്ലാം കൂടെ ഒരു 4 ലക്ഷം രൂപ ജോയിൻറ്റ് സെക്രട്ടറിക്ക് സീനിയർ ഡിവൈഎസ്പിയുടെ സ്കെയിലേ ഉള്ളൂ, അല്ലെങ്കിൽ KPSSPയുടെ സ്കെയിൽ അത്രയേ ഉള്ളൂ. എത്ര രൂപ കിട്ടും? അപ്പം ഇത് ക്ലോസ് ടു 4 to 5 lakhs rupees ഇയാൾ ഒരു മാസം കള്ളറ്റിയെ മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഒപ്പിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ പിടിച്ചു പോയത്. അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ മര്യാദയ്ക്ക് ഇരുന്നാൽ പോയി. അപ്പോൾ അവിടെ പോയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ സ്വാധീനം ചെലുത്തി കൊള്ളയടിക്കാൻ പോയതാണ്. അപ്പം അയാൾ നോക്കുമ്പം ജയകുമാർ സാറിനെ പോലെയുള്ളവർ ഇവിടെ പല സംഗതികളും ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ നല്ല നോളജബിൾ ആണ്, വായിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ നോക്കിയപ്പം സുപ്രീം കോടതിയുടെ ഒരു കമ്മിറ്റി നിയോഗിച്ച കമ്മിറ്റി പോലും ജയകുമാർ സാറിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം ചീഫായിരുന്നപ്പോഴാണ് അവിടുത്തെ നവീകരണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് 85 കോടിയോ 85 ലക്ഷമോ സ്ക്വാൻഡേർഡ് എന്നാണ് ഞാൻ ആ റിപ്പോർട്ട് വായിച്ചു. സ്ക്വാൻഡേർഡ് എന്നാണ് പറഞ്ഞത്. തട്ടിയെടുത്തു എന്നല്ല, അതിനെ നശിപ്പിച്ചത്. തട്ടിയെടുത്തെന്നാണ്. ആര് തട്ടിയെടുത്തെന്ന് ആ സുപ്രീം കോടതി ചോദിച്ചത് അത് എഴുതേണ്ടി വരും. അപ്പൊ അതാണ് ഈ ജയകുമാർ സാറിനെ പോലുള്ളവരുടെ സ്വാധീനം. പറഞ്ഞില്ല,
നിങ്ങളോ ഞാനോ ആയിരുന്നെങ്കിൽ നമ്മളെ 10 പ്രാവശ്യം പറഞ്ഞേനെ, നമ്മൾ ജയിലിലും പോയേനെ. അപ്പം ഇങ്ങനെ പേര് പറഞ്ഞില്ല. പിന്നെ പേര് പറഞ്ഞില്ലെങ്കിലും ഇത് നടത്തിയത് ആ കമ്മിറ്റിയല്ലേ ചെയ്തത്. അവരൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിന് റെസ്പോൺസിബിലിറ്റി നിങ്ങളോ ഞാനോ ആണ്. അപ്പം ഇതൊക്കെ ഈ ഉദയകുമാർ എന്ന് പറയുന്ന ഈ ജോയിന്റ് സെക്രട്ടറി ഇപ്പം ഹൈക്കോടതി പിടിച്ച് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്കിത് കോൺഫിഡൻസ് ആണ് മോഷ്ടിക്കാനും ഫർദർ അഴിമതി ചെയ്യാനും. ഇവിടെ സുപ്രീം കോടതിയുടെ കമ്മിറ്റി പോലും പറഞ്ഞിട്ട് ആ മനുഷ്യൻ ജയകുമാർ സാർ IAS അദ്ദേഹം വീണ്ടും തിരിച്ചിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതായത് സാറിനെ പോലുള്ളവരാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ എന്ന് ഇപ്പം ഈ ഹൈക്കോടതി പിടിച്ച ഈ ഉദയകുമാറിനെ പോലുള്ള ആള് വിചാരിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഈ ജയകുമാർ സാറിന് എന്തോന്നാ പറഞ്ഞിട്ട് പോയത് ഓർക്കുന്നില്ല. ഞാൻ എല്ലാം ശരിയാക്കാം. അദ്ദേഹം പോയി 6 മാസത്തിനകത്ത് അദ്ദേഹം ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ പോവും, അങ്ങനെ നന്നായിട്ട് പാട്ട് എഴുതും, കവിത എഴുതും. എന്നെ കൊണ്ട് കവിത എഴുതാൻ പറ്റില്ല, പാട്ട് എഴുതാൻ അത് ബ്ലസ്ഡ് ആയിരിക്കണം. നമ്മളതൊന്നുമല്ല. അങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സിനിമയിലുള്ള വയലാർ രാമവർമ്മയെ പോലുള്ള ഒരാളെ അങ്ങ് ദിവസം പോട് മാത്രം പോസ്റ്റ് ചെയ്താൽ പോരെ. അതിനല്ലല്ലോ അവിടെ വിട്ടത്. അപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തില്ല. അതിനുശേഷം നെയ്യ് കുംഭകോണം ഉണ്ടായി. പിന്നെ അതിനുശേഷം വീണ്ടും ഉണ്ടായി. ഇപ്പം 2-3 മാസത്തിന് മുമ്പ് വീണ്ടും അവിടെ ഉണ്ടായി. ഇപ്പോഴും വേറെ പല മോഷണങ്ങൾ നടന്നു. ഒരു പക്ഷേ ഇവരെല്ലാം കൂടെ ചേർന്ന് ഇത് ഒരു തരി പോലും വെളിയിൽ പോകരുത് ഇൻഫർമേഷൻ, ആ രീതി ബ്ലോക്ക് ചെയ്തതാണ്. പക്ഷേ അഴിമതി പഴയ പോലെ തന്നെ അങ്ങനെ തന്നെയാണ് പോകുന്നത്. എന്തായാലും സാർ, ഈ പറഞ്ഞതുപോലെ നമ്മുടെ ദേവസ്വം ബോർഡുകൾ ഭക്തർ പ്രാർത്ഥിക്കാൻ വരുന്നത് ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ടാണ്. അവരവരുടെ ആ വിഷമങ്ങളെല്ലാം അവർ ആരാധിക്കുന്ന ഭഗവാന്റെ മുന്നിൽ അല്ലെങ്കിൽ ഭഗവതിയുടെ മുന്നിൽ ഇറക്കി വെക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടുവരുന്നതാണ് ഈ വഴിപാടും കാണിക്കയും ഒക്കെ. അത് ഭക്തരല്ലേ? നിങ്ങൾ ഭക്തരായ ഈ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് അതിന് ഉത്തരവാദി. ഞങ്ങൾ മോഷ്ടിക്കും. അത് നിങ്ങൾ ഭക്തർ, ഞങ്ങൾ ഭക്തരല്ലല്ലോ. അവൻ മനസ്സിൽ പറയണതാണ്, ഞങ്ങൾ ഭക്തരല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അയ്യപ്പ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാന്നല്ലാതെ. അതായത് സാർ, വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊരു അവസ്ഥ. വേലി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് കോൺക്രീറ്റ് മതിലെന്ന് വേണമെങ്കിൽ പറയാം. വേലി എന്ന് പറഞ്ഞാൽ വളരെ ഇതല്ലേ, ദുർബലമാണ്. ഇത് വലിയ കോൺക്രീറ്റ് മതിൽ തന്നെ വിളവ് തിന്നുന്നൊന്നാണെങ്കിൽ അത് മാറ്റേണ്ടേ. പിന്നെ ഇവിടെ വേറെ അമ്പലങ്ങളുണ്ട്, ഒരു പൈസ പോലും മോഷ്ടിക്കാത്ത. പഴവങ്ങാടി ഗണപതി കോവിൽ, പാങ്ങോട് ഹനുമാൻ ക്ഷേത്രത്തിന് ഒരു അഴിമതിയില്ല. സാർ, അത് നടത്തുന്ന പട്ടാളക്കാർ നടത്തണം. അപ്പോൾ അവർ മലയാളികളാണ്, ജാപ്പാനീസ് അല്ല. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ഇങ്ങനെ പട്ടാളക്കാരനെ പോലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എല്ലാവരും കൂടെ നിന്നാൽ ഇതുപോലെ നമുക്ക് അഴിമതി തടയാം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് 2 വർഷമായിട്ട് അമ്പലത്തിൽ പോകാറില്ല. കാരണം അവിടെ പോയാൽ നമ്മൾ ദൈവത്തെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ട്. അപ്പോൾ ദൈവത്തെ നമുക്ക് ചെയ്യണേ, ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുകയും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാതിരിക്കുകയും അങ്ങോട്ട് ചെയ്താൽ മതി. അതാണ് ദൈവത്തെ നമ്മൾ സെർവ് ചെയ്യുന്നത്. അല്ലാതെ അമ്പലത്തിൽ പോയി കുറേ പൈസ കൊണ്ടിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇവന്മാരെല്ലാം കള്ളന്മാരാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഒരു പ്രാവശ്യം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയി എൻ്റെ ഗുരു പറഞ്ഞനുസരിച്ച് ഒരു വെള്ള താമര ഇത് കൊടുത്തു, ഇത് സമർപ്പിച്ചു. അപ്പോൾ അത് ഞാൻ സാറിന് എൻ്റെ ഒരു റേറ്റ് 500 റുപ്പീസാണ്. ഞാൻ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ അല്ല കാണിക്കല്ല, അയാളുടെ തന്നെ കൊടുത്തു. അയാളല്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിലും. അപ്പം ഞാനൊരു 500 രൂപ കൊടുത്തു. ഞാൻ ശബരിമല പോകുമ്പോഴും 500 റുപ്പീസാണ് കൊടുക്കുന്നത്. അപ്പോൾ അയാൾ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ എടുത്തത് അയക്കോണെങ്കിൽ നടന്നവിടെ കൊണ്ടുവയ്ക്കാം. അന്ന് ഞാൻ വിചാരിച്ച്, അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ 500 രൂപ ഇവൻ മോഷ്ടിക്കും. ഞാൻ ശബരിമലയിലിട്ട് 500 രൂപ 495 രൂപയും അവിടെ നിന്ന കൊള്ളക്കാരന്മാർ മോഷ്ടിക്കും. ഈ 5 രൂപയ്ക്ക് കിട്ടുള്ളൂ. അപ്പം എന്തിനീ ക്ഷേത്രത്തിൽ പോയി നമ്മൾ പിന്നെ ഇവന്മാർക്ക് പൈസ കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു ഡോഗിന് ബിസ്ക്കറ്റ് കൊടുത്താൽ ദൈവം അത് ഇഷ്ടപ്പെടും. കാരണം ദൈവം ക്രിയേറ്റ് ചെയ്തതാണ് ഡോഗ്. പിന്നെ അതിനേക്കാൾ 25,000 രൂപ അമ്പലത്തിൽ കൊടുത്താൽ ദൈവം അപ്രീഷിയേറ്റ് ചെയ്യില്ല. 25,000 കൊണ്ടുപോകും. പക്ഷെ ഞാൻ പറയുന്നത് ദൈവത്തിന് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യേണ്ട കാര്യം ശ്രീനാരായണ ഗുരുസ്വാമി ചട്ടമ്പിസ്വാമി ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ, എണ്ണ, ഹാരം, പൂവ്, ഇതല്ലാതെ വേറെ ഒന്നും കൊടുക്കരുത്. അപ്പോൾ അവര് ബുദ്ധിയില്ലാത്തവരാണോ?
അല്ല. പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല, നമ്മളെ അമ്മമാർക്ക് കൊണ്ടങ്ങ് ഇടയല്ലേ. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവത്തെ കൊള്ളയടിക്കുന്നു. ഇതാണ് സാഹചര്യം. ഒരു കൂട്ടം ഈ ദേവസ്വം ജീവനക്കാരും ഉദ്യോഗസ്ഥരും നമ്മുടെ ഈ സംവിധാനവും ഒക്കെ ചേർന്ന്, ഒരു കൂട്ടമല്ല, ഭൂരിപക്ഷം. തീർച്ചയായിട്ടും ഭൂരിപക്ഷം എന്ന് തന്നെ സാറ് പറഞ്ഞതുപോലെ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഒറ്റ ചോദ്യത്തിൽ അവസാനിപ്പിക്കാം. ഇതൊന്ന് ഒരു അറുതി ഉണ്ടാകില്ലേ? ഇതിനൊരു അറുതി ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ലേ? അറുതി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ പഴവങ്ങാടി ഗണപതി പോലും പാങ്ങോട് ഹനുമാൻ ക്ഷേത്രത്തിലും മോഷണമില്ലല്ലോ. അപ്പം അത് നമ്മുടെ മൂക്കിന് കീഴെ നടക്കുന്നില്ല. ഈ തലസ്ഥാനത്ത് TDBയുടെ അടുത്ത് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ബിൽഡിങ്ങിൻ്റെ അടുത്തല്ലേ ഇത് നടക്കുന്നത്. അപ്പോൾ അവർക്കാകാമെങ്കിൽ നമുക്കും ആകാമല്ലോ. പിന്നെ തിരുപ്പതി ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമെന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ വലിയൊരു അഴിമതിയൊന്നുമില്ല, നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ അത് പല പ്രാവശ്യം ഞാൻ ചാനചർച്ചയിലൊക്കെ ഇത് പറഞ്ഞതാണ്. ഒരു 20 അംഗ ബോർഡ് ഉണ്ടാകണം. ആ ബോർഡിന് അത് അഡ്വക്കേറ്റ്സ്, ലീഡിങ് ലോയേഴ്സ്, അവർ വില്ലിങ് ആണെങ്കിൽ ചിലപ്പോൾ ലീഡിങ് ലോയേഴ്സ് ചിലപ്പോൾ വന്നില്ല എന്നിരിക്കും, അവർ ബിസി ആയതുകൊണ്ട്. അപ്പോൾ ലീഡിങ് ലോയേഴ്സ്, IAS, IPS, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ IAS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, പിന്നെ ജേർണലിസ്റ്റ്, ലീഡിങ് മീഡിയ പേഴ്സൺസ്, ഇങ്ങനെ ഉള്ള വിവിധ 20 ഫീൽഡിൽ 20 പേരുടെ എക്സ്പീരിയൻസ്, 20 ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള 20 പേരടങ്ങുന്ന ഒരു സംഘത്തെ എടുത്തിട്ട് അതിനൊരു ചെയർമാനും വെക്കണം. അപ്പോൾ ഈ മോഷ്ടിക്കാൻ 4-5 പേരാണെങ്കിൽ അവരങ്ങ് ഒത്താൽ മതി. ഈ ദേവസ്വം ബോർഡെല്ലാം അങ്ങനെയാണ്, അവരെല്ലാം ഒത്തു, 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എളുപ്പമാണ്. പക്ഷേ 20 പേരാകുമ്പോൾ ക്രൗഡാവും, അങ്ങനെ ഒരുമിക്കില്ല. അതൊരു നല്ല മെക്കാനിസമാണ്. അപ്പം അങ്ങനെ ഒരു 20 ഈ ക്ഷേത്രങ്ങളിലുള്ള കാര്യങ്ങളിലൊക്കെ കയറി ഗവൺമെൻറ് ഇടപെട്ട്, ഈ ഞാൻ പറയുന്ന UDF ഗവൺമെൻറ് ഇടപെട്ട് പിന്നെ കേന്ദ്രമായിട്ട് സംസാരിച്ച് ഒരു കൺസെൻസസ് ഉണ്ടാക്കി കോടതി വിശ്വാസത്തിലെടുത്ത് ഈ ഇപ്പോൾ ഉള്ള ബോഡീസിനെല്ലാത്തിനും പിരിച്ചുവിടണം. പിരിച്ചുവിട്ടിട്ട് ഈ ലീഡിങ് ക്ഷേത്രം, ആദ്യത്തെ ഒരു 30 ക്ഷേത്രം, നമ്മുടെ കൊച്ചിൻ ദേവസ്വം, കേരള ട്രാവൻകൂർ ദേവസ്വം, ഗുരുവായൂർ പത്മനാഭസ്വാമി ടെമ്പിളിൽ ആവശ്യത്തിൽ കൂടുതൽ അഴിമതി നടക്കുന്നുണ്ട്. ഗുരുവായൂർ ഭീകരമായ അഴിമതി നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വെളി വന്നിട്ടില്ല. അവിടെ ഒന്നും ജാപ്പാനീസ് അല്ല, നമ്മുടെ ഈ കക്ഷികളൊക്കെ തന്നെ അളിയന്മാരും ഒക്കെയാണ്. പിന്നെ ഇതുപോലെ രാഷ്ട്രീയമായിട്ട് ഭയങ്കരമായിട്ട് പിടിച്ചാണ് പോകുന്നത്. അല്ലാതെ ഇപ്പം ഈ പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഒരു പുതിയ 3 അംഗ പഴയ പോലെ അത് വേണ്ട, അത് ആ പർപ്പസ് നടക്കില്ല. വീണ്ടും ഇവന്മാർ പോയി കൊള്ളയടിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു കൺസെൻസസ് എല്ലാവരുമായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ ഒരു ഗവേണിംഗ് സിസ്റ്റം, ഒരു മേജർ 25-30 ക്ഷേത്രത്തിന്, ഏറ്റവും കൂടുതൽ ഇൻകമുള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ ഒരു ഗവേണിംഗ് ബോഡി കൊണ്ടുവന്നാൽ, ഒരു ഭരണസമിതിയെ നമുക്ക് വല്ലത് ആശയ്ക്ക് വകയുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഗവൺമെൻറ്റിന് അങ്ങനെ ഒരു സദ്ബുദ്ധി ഉണ്ടാകട്ടെ. സാക്ഷാൽ അപ്പം അതുകൊണ്ട് ഞാൻ ശബ്ദം എടുത്ത് ഇങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 2 വർഷമായിട്ട് അമ്പലത്തിൽ പോകാത്തത്. ഇങ്ങനെ ഒരു ഏജൻസി വരാതെ ഞാൻ അമ്പലത്തിൽ പോകുന്നത്. എന്തായാലും സാർ, അയ്യപ്പനും ഗുരുവായൂരപ്പനും ചോറ്റാനിക്കര അമ്മയും ഒക്കെ ചേർന്ന്, ശ്രീപത്മനാഭനും ഒക്കെ ചേർന്ന് ഈ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിനൊരു സദ്ബുദ്ധി ഉണ്ടാകട്ടെ. അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഇതിനെ ഒന്ന് ഉടച്ചു വാർത്ത് അങ്ങിപ്പോൾ പറഞ്ഞതുപോലത്തെ ഒരു ഭരണസമിതി നമ്മുടെ ഈ ദേവസ്വം ബോർഡുകൾ ഭരിക്കാനായിട്ട് വരട്ടെ. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ അഴിമതിയുടെ അളവ് വളരെ കുറയും. പൂർണ്ണമായിട്ടും മാറും എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പോഴും ഇതിൻ്റെ ഇടയിൽ ഈ പഴുതിലൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന കുഴപ്പക്കാരായ ആൾക്കാർ കാണും. എങ്കിലും പൊതുവെ ഇതിൻ്റെ തോത്, ഈ വൻ കൊള്ളയുടെ തോത്, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ദൈവത്തെ കൊള്ളയടിക്കുന്ന ഈ ഒരു വലിയ ഒരു അഴിമതി, അത് കുറേയൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കും. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.